എന്തായിരുന്നു നിന്റെ പ്രകടനം? പോലീസിന്റെ മുമ്പിൽ നീ വിറക്കില്ല അല്ലേ? ഇപ്പൊ എവിടെ പോയി നിന്റെ ലീഗൽ പ്രൊട്ടക്ഷൻ? എന്നെ കുറിച്ച് നീ എന്താടി ധരിച്ചത്? നിന്റെ ജാടയിൽ ഞാൻ വരണ്ടുപോയി, അതോ നിന്റെ സോഫിസ്റ്റിക്കേഷനിൽ ഞാൻ ഭ്രമിച്ചു പോയി? പോലീസ് എന്നും പോലീസാടി. വേണ്ടി വന്ന നിന്നെയല്ല നിന്റെ... വേണ്ട, വെറുതെ എനിക്ക് പണി ഉണ്ടാക്കാതെ പറ മോളെ, ആരാ ഇതിന്റെയൊക്കെ പിന്നിൽ? ഞാൻ പറഞ്ഞത് സത്യം. എനിക്കൊന്നും അറിയില്ല. കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനാ ഞാൻ അവിടെ പോയത്. അപ്പോഴാ എന്റെ മുമ്പിലേക്ക് ആ മനുഷ്യൻ. പിന്നെ ലോകത്തുള്ള കൊള്ളാവുന്ന മനുഷ്യരൊക്കെ നിന്റെ കാൽ ചുവട്ടിൽ വീണ് മരിക്കാൻ നീ ആരാടി? ദേവിയുടെ അവതാരം? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ മനുഷ്യന് ഒരു പരിചയമില്ല. അയാളെ ഞാൻ ആദ്യമേ കാണുന്നത് ഈ ഓഫീസിന്റെ മുമ്പിൽ വെച്ച. അയാളുടെ പേരോ പ്രൊഫഷനോ ഒന്നും എനിക്കറിയില്ല. കൊള്ളാം, നല്ല വിനയം. ഇപ്പൊ എവിടെ പോയിടി നിന്റെ തിളപ്പൊക്കെ? ആനന്ദ്, ഞാൻ വന്നത്... നോ ശിവരാമൻ സർ, കം വിത്ത് മീ. ആനന്ദ്, നീ എന്തിനാ ജാസ്മിനെ ഇവിടെ ഡീറ്റെയിൻ ചെയ്തിരിക്കുന്നത്? വിജയേട്ടൻ അറിയില്ല എന്റെ സീരിയസ്നെസ്. 3 ദിവസത്തിനുള്ളിൽ 2 കൊലപാതകങ്ങൾ, അതും ഹൈ പൊസിഷനുള്ളവർ, സ്വാധീനമുള്ളവർ. അത് രണ്ടും ഇവളുടെ മുമ്പിൽ വെച്ച്. സോ വാട്ട്? ഇവൾക്ക് ഇതുമായി എന്തോ ബന്ധമുണ്ട്. വിജയേട്ടൻ അറിയോ? ഇവൾ എന്നെ കാണാൻ വന്ന അതേ ദിവസം തന്നെ തമ്പുരാൻ സാറും എന്നെ കാണാൻ വന്നിരുന്നു. മേനോൻ സാറിന്റെ കൊലക്കേസ് അന്വേഷണത്തിൽ ഉപേക്ഷിച്ചതെന്ന് എന്നോട് പറയാം. സോ വാട്ട് ആനന്ദ്? നീ ഇങ്ങനെ കോമൺ സെൻസ് ഇല്ലാതെ സംസാരിക്കരുത്. തമ്പുരാൻ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് ജാസ്മിൻ അയാളെ കൊലപ്പെടുത്തി എന്നാണോ നീ ഉദ്ദേശിക്കുന്നത്? അല്ല, മേനോൻ സാറും തമ്പുരാൻ സാറുമായിട്ടുള്ള അടുപ്പം, മേനോൻ സാറും ജാസ്മിനുമായിട്ടുള്ള അടുപ്പം, ഈ 2 കൊല നടന്നപ്പോഴുള്ള അവളുടെ സാന്നിധ്യം. ഐ തിങ്ക് ഇറ്റ്സ് ടു ഇൻട്രസ്റ്റിംഗ് എ പാറ്റേൺ ടു ഇഗ്നോർ.